വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 കാണാതായ 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് തടസ്സമാണ്. അതേസമയം തുരങ്കപാത ദുരന്തത്തിൽ അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. ദുരന്ത സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദുരന്ത സാധ്യത തിരിച്ചറിഞ്ഞ് വേണ്ട മുൻകരുതൽ എടുത്തില്ലെന്ന് ആരോപിച്ചു. ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ടായി. പക്ഷേ അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇത് ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതായത്? ഇത്തരത്തിലൊരു അതിതീവ്ര മഴ ഉണ്ടായിട്ടും അപകട മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നത് അതിലും അലംഭാവം ഉണ്ടായിട്ടുണ്ട്. സാധാരണ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡപ്രകാരം 244.4 മില്ലിമീറ്ററിന് മുകളിലുള്ളത് അതിതീവ്ര മഴയാണ്. ഇവിടെ പുറത്തിറക്കിയ മഴ മുന്നറിയിപ്പിൽ യെല്ലോ അലർട്ട് മാത്രമേ ഉണ്ടായിരുന്നു. ഇത്രയും തീവ്രമായ മഴ പെയ്തിട്ടും വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ഈ ദുരന്തം നടന്നതിന് ശേഷം സർക്കാരും ബന്ധപ്പെട്ടവരുമെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ കൂട്ടിയിട്ട മണ്ണിൻ്റെ വലിയൊരു ഭാഗം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്തുകൂടെ ഈ വെള്ളം വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉള്ളത്. പിന്നെ കൂട്ടിയിട്ട മണ്ണിൻ്റെ ഒരു ഭാഗത്തുകൂടെയാണ് വെള്ളം വരുന്നത്, മേലെ നിന്നുള്ള ഒഴുക്ക് വരുന്നത്. മറ്റേ ഭാഗത്തുകൂടി വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ അല്പം കുറഞ്ഞതോടെ തെരച്ചിലിന് വേഗം കൈവന്നു. കഴിഞ്ഞ ദിവസം നിർത്താതെ പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. യന്ത്രസാമഗ്രികൾക്ക് മണ്ണിടിഞ്ഞിടത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു, ആളുകൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ അതിനൊക്കെ മാറ്റം വന്നു. മാത്രമല്ല പാലത്തിനടിയിൽ കുടുങ്ങിക്കിടന്ന വസ്തുക്കൾ ബസ് അടക്കമുള്ളത് മാറ്റിയതും തെരച്ചിലിന് സൗകര്യമായി. അങ്ങനെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സോൺ 3 നിന്നാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അവിടെയാണ് ഈ സാമഗ്രികൾ, കെട്ടിട നിർമ്മാണ സാമഗ്രികളും കമ്പിയും പൈപ്പും ഒക്കെ അവിടെയാണ് വന്നടിഞ്ഞിരുന്നത്. അതിൻ്റെ അടിയിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു മേഖലയും അതുപോലെ സോൺ 1 കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തുകയാണ് ഇന്ന് ഉണ്ടായത്. ഏതാണെങ്കിലും ഈ ഒരു തെരച്ചിൽ മഴ മാറി നിന്ന് തന്നെയാണ് ഇതിന് ഏറ്റവും സൗകര്യപ്രദമായ ഒരു സാഹചര്യം ഒരുക്കിയത്. അതോടൊപ്പം തന്നെ മണ്ണ് അപകടകരാവസ്ഥയിലുള്ളത് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ് സ്വീകരിക്കുന്നത്. ആ റോഡിൻ്റെ ഇരുവശത്തുനിന്നും മണ്ണ് നീക്കി അവിടെ സുരക്ഷിതമാക്കുന്ന പ്രവൃത്തിയും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അതേസമയം ഈ ദുരന്തത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കും തുടക്കമായിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ ഒരു മഴ മുന്നറിയിപ്പ് കിട്ടിയിട്ടും വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തതാണ് ഈ ഒരു പ്രശ്നത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ്. അതായത് സംഭവം നടന്ന ദിവസം അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയുള്ളത്. 260 മില്ലിമീറ്റർ മുകളിൽ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തുള്ള പിഴവായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാൻ വൈകി. അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പ്, ഇവിടെ മണ്ണ് കൂട്ടിയിടുന്നത് പ്രശ്നമാണ്, മഴ പെയ്താൽ പ്രശ്നമാകുമെന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടും അതിന് ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കാത്തതാണ് ഈ ഒരു ദുരന്തത്തിന് വഴിവെച്ചത് എന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ചത്. ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ടായി. പക്ഷേ അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ഇത് ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതായത്? ഇത്തരത്തിലൊരു അതിതീവ്ര മഴ ഉണ്ടായിട്ടും അപകട മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നത് അതിലും അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ ഒരു സംഭവത്തെ തുടർന്ന് തുരങ്കപാതയുടെ ഭാവിയെ ചൊല്ലിയുള്ള ചർച്ചകളും സജീവമായിട്ട് ഉയരുന്നുണ്ട്. ഇതിൽ സമഗ്രമായൊരു അന്വേഷണം നടത്തിയതിന് ശേഷമേ ഇനി ഈ തുരങ്കപാതയുടെ നിർമ്മാണം നടത്താവൂ എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഈ ഒരു വേണ്ടത്ര പരിശോധന ഇല്ലാതെയാണ് ഈ പ്രവൃത്തി തുടങ്ങിയതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ ആരോപണങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന് മറുപടി ഇപ്രകാരമായിരുന്നു: എല്ലാവിധ പരിശോധനകളും നിയമപരമായിട്ടുള്ള അനുമതിയും എല്ലാം ലഭിച്ചതിന് ശേഷമാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള മറ്റ് ആരോപണങ്ങൾ ശരിയല്ല. വയനാടിൻ്റെ ജനങ്ങൾക്കും ടൂറിസം മേഖലയ്ക്കും ഒക്കെ ഈ ഒരു പാത ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്
അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. എന്താണ് സംഭവിച്ചതെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്നും മണ്ണ് നീക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കമ്പനി എന്തുകൊണ്ട് മണ്ണ് മാറ്റിയില്ല? കമ്പനിയുടെ ഭാഗം പറയുന്നത് അവർ മണ്ണ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന്, എവിടെ കൊണ്ടിടുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് വന്നില്ല, സ്ഥലം കാണിച്ചു തന്നില്ല എന്നൊക്കെയാണ്. എന്നാണെങ്കിലും ഇത് ചൊല്ലിയുള്ള വിശദമായ അന്വേഷണമായിരിക്കും നടക്കുക. അപകടത്തിൻ്റെ കാരണം കണ്ടെത്തുക മാത്രമല്ല, ഒരുപക്ഷേ ഈ തുരങ്കപാതയുടെ ഭാവി കൂടി നിശ്ചയിക്കുന്നതായിരിക്കും ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.